അയ്യോ, എന്റെ മോന്റെ കിടപ്പ് കണ്ടോ? പനിയായിട്ട് വന്ന കുട്ടിയായിരുന്നേ. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കിത് മാത്രമേ ഉള്ളൂ. ഞാനിനി എന്ത് എന്റെ ദൈവമേ? നിങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് ബളം ഉണ്ടാക്കാതെ. സംഗതി ഡോക്ടർ വിജയലക്ഷ്മിയുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയെങ്കിലും ഇവിടെ എന്നെ പോലുള്ള ഫേമസ് ഡോക്ടേഴ്സ് അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കത്തിക്കും. ഇപ്പോഴും നോർമൽ സ്റ്റേജിൽ വന്നിട്ടില്ല, പ്രഷർ കൂടുതലാണ്. ഡോക്ടർ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. മെഡിസിൻ വല്ലതും കൊടുത്തോ? കൊടുക്കുന്നെല്ലാം വോമിറ്റ് ചെയ്ത് പോകുന്നു. ഒരു കുഴപ്പമില്ലാതെ ഇവിടെ കയറി വന്ന പയ്യനാ. ഈ വിജയലക്ഷ്മി മാഡത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ചിലപ്പോൾ കഴിച്ച മെഡിസിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ ബോഡി ലാംഗ്വേജിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേറെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടിയെ രക്ഷപ്പെടുത്തണം. അതിന്റെ ആവശ്യമില്ല ഡോക്ടർ. ഇവിടെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല 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 ഇല്ല, ഞാൻ സമ്മതിക്കില്ല. വിജയലക്ഷ്മിക്ക് പറ്റിയ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡോക്ടർ, ഈ രോഗി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഡോക്ടർ, കുട്ടി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്യൂ. ഓക്കെ ഡോക്ടർ, ബൈ. പിടിക്കല്ലോ. അലമുണ്ടാക്കാൻ ഇറങ്ങി പോകണ്ടോ? മനുഷ്യനെ പണി മോനെ സ്റ്റാൻഡേർഡ് തന്നെ കളി. കൊച്ചുകുട്ടികളെ പോലെ കരയിലിടോ. ആളുകളുണ്ടെന്ന് വിചാരിക്കും. ഒന്നുമില്ല, താൻ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പുരുഷനല്ലേ. എന്റെ കൈവേദന ഒന്ന് മാറട്ടെ, നിന്നെയൊക്കെ ഞെക്കി കൊല്ലും ഞാൻ. എന്ത് പറഞ്ഞാലും ചേട്ടൻ ഒടുക്കത്തെ ഒരു തമാശ. തമാശയല്ലടാ, കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. നീ ഇളം കൊണ്ട് എങ്ങോട്ടാണ്? നാട്ടുകാരെ തല്ലിവാക്കിയ കൊണ്ടുപോകണ? ഇവിടെ നടക്കുന്ന ബഹളമൊക്കെ നീ കാണണ്ട. ഈ ഹോസ്പിറ്റലിലെ പൗരസമിതിക്കാർ തല്ലിപ്പൊടിച്ചോണ്ടിരിക്കുകയാണ്. പൗരസമിതിക്കാരില്ല, ഏത് നാടകസമിതിക്കാർ വന്നാലുണ്ടല്ലോ എനിക്കൊരു പേടിയില്ല. ഞാനേ എംജിആറിന്റെ ആരാധകനാ. ആരെങ്കിലും എന്റെ ദേഹത്തൊന്ന് കൈവെക്കട്ടെ. പുലിക്കുട്ടനാടാ ഞാൻ, പുലിക്കുട്ടൻ. അല്ല, ഇതെന്താണ് തന്റെ ഇത്രയും സൂചി? അത് ദ്രോഹി ചെയ്ത പണിയാ. ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി സൂചി കുത്തി നോക്കിയതാ. ഇയാളുടെ കയ്യിലാണ് ഞരമ്പ് കാണുന്നില്ലെന്നേ. വെറുതെ 5 സൂചി വേസ്റ്റായി. താൻ എന്ത് പണിയാടോ കാണിച്ചത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളമാര് മരുന്ന് മാറി കുത്തുവെച്ചെന്ന് പറഞ്ഞേ ഒടുക്കത്തെ ഇടിയാണ്. അതിന്റെ കൂടെ ഇതും കൂടെ ആയപ്പോ ഇടിയുടെ പെരുന്നാളായിരിക്കുള്ളൂ. എന്റെ അടുത്ത് പിന്നെ വടിയുള്ള എന്റെ അടുത്ത് ആരും അടുക്കൂല. ഏക്കത്തിന് അടിച്ചു കൊടുക്കും ഞാൻ. അത് ശരി, തല്ലാനായിട്ട് ഇങ്ങോട്ട് വാടാ. ഇതിനകത്ത് എന്ത് തോന്നിയാസം നടന്നാലും ഞങ്ങൾ അറിയില്ല. കണ്ണുപിടിച്ച് ഇവിടെ ആരും രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. എന്റെ പൊന്നു ചേട്ടാ, ഇത് കണ്ട ഇഞ്ചക്ഷൻ ചെയ്യാൻ ഞരമ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഈ ദ്രോഹി സൂചി കുത്തിയതാ. എന്താ അക്രമോടോ കാണിച്ചത്? ഒറ്റയാണത്തിന് വെറുതെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് മാറി കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന ഈ കൽക്കട്ട ഹോസ്പിറ്റൽ തല്ലി പൊളിക്കടാ. മാഡം, നമുക്ക് അകത്തേക്ക് പോവാം. വേണ്ട, ഞാൻ അവരെ ഫേസ് ചെയ്യാം. ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട മാഡം. വരും, നമുക്ക് അകത്തേക്ക് പോവാം. വരും മാഡം, വേഗം വാ. എന്നെ നശിപ്പിച്ചേ. ഹലോ പോലീസ് അല്ലേ? ഇത് കൽക്കട്ട ഹോസ്പിറ്റലിൽ നിന്നാ. SI ഗർഭിണിയില്ലേ? അല്ല, ഗബ്രിയലില്ലേ? സാറേ, എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം സാറേ, അല്ലെങ്കിൽ ഈ ആശുപത്രി നാട്ടുകാരെ കൂടി തല്ലി പൊളിക്കും സാറേ. വരുമോ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ. അമ്മച്ചി കേട്ടില്ലേ പുറമേയുള്ള ഒച്ചപ്പാടും ബഹളമൊക്കെ? ക്രൗഡ് ആകെളിരിക്കുകയാണ്. വെരി ബാഡ് സിറ്റുവേഷൻ. ഇനി എന്തും സംഭവിക്കാം. പൗരസമിതിക്കാരാ ജാഥ വിളിക്കുന്നത്. ചോരയും നീരുമുള്ള യങ് ജനറേഷൻസ്. ഏതാനും നിമിഷങ്ങൾക്കകം അവർ ഈ ഹോസ്പിറ്റലിൽ ഇടിച്ച് തരിപ്പട നോക്കും. മനുഷ്യന്റെ സമാധാനം കെടുത്താതെ പോകുന്നുണ്ടോ? നിനക്ക് അങ്ങനെ പറഞ്ഞു തടിയാപ്പാം, പക്ഷേ പബ്ലിക് ഇതിനെ വെറുതെ വിടും തോന്നുന്നില്ല. നിസ്സാര കാര്യമാണോ ഒന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്? വെരി ക്രൂവൽ ഇൻസിഡന്റ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി, പാവൻ ഷൈമോൻ. അവന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പബ്ലിക് ഇതിനെ ചവിട്ടി കിടക്കും. നിർത്തുന്നുണ്ടോ? ഞാൻ ഒരു മനുഷ്യ സ്ത്രീയാ. കാര്യം അറിയാതെ എന്നെ മെന്റൽ ടോർച്ചർ ചെയ്യരുത്. എന്റെ നേരെ അലറിയിട്ട് യാതൊരു കാര്യമില്ല. ഡോക്ടർ പണി അറിയില്ലെങ്കിലേ വേറെ വല്ല വീട്ടുപണിക്ക് പോടി. പുറത്ത് ജനങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഗബ്രിയൽ സാർ എന്താ ഈ പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ദിസ് ഈസ് നോട്ട് എ സില്ലി മാറ്റർ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് കേസ്. ഇതിനെന്ത് പരിഹാരം നമുക്ക് കാണാൻ പറ്റും? കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ദിസ് ഈസ് എ സില്ലി മാറ്റർ. ആ ഷൈമോന്റെ അച്ഛനും അമ്മേനെ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസിൽ എത്തിക്കൂടെ?
നമ്മൾ അവരെ പോലെ മനുഷ്യരല്ലേ സർ? You are right. നമ്മൾ ട്രീറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അവരോട് തുറന്നു പറഞ്ഞ് നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിച്ചൂടെ? ഒരു കാര്യം ചെയ്യ്, ഷൈമോന്റെ അച്ഛനും അമ്മയും ശരി വിളിക്കും. സർ. ഡോക്ടർ എന്ത് പറയുന്നു? ഏതായാലും ഷൈമോന്റെ അച്ഛനും അമ്മയും വരട്ടെ, ഞാൻ തന്നെ അവരോട് സംസാരിക്കാം. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ മോനെ, ഞങ്ങളുടെ മോൻ പോയേ. എന്റെ പൊന്നു ഡോക്ടറെ, പാവപ്പെട്ട എന്റെ മോനോട് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളുടെ മോൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ആരുണ്ട് എന്റെ ദൈവമേ? അതിനിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങളും സമാനമായിട്ടിരിക്കും. കൂൾ ഡൗൺ. കണ്ടില്ലേ മകനെ കുറിച്ചുള്ള ഒരു അമ്മയുടെ മനസ്സിന്റെ തേങ്ങലുകൾ. ഇതെല്ലാം കണ്ടിട്ട് ഡോക്ടർ വിജയലക്ഷ്മി എന്ത് പറയുന്നു? അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. ഷൈമോന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഹോസ്പിറ്റലിന്റെ MD എന്ന നിലയിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അതെ, ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തും ചെയ്യാന്ന് ഡോക്ടർ വിജയലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. പ്രശ്നങ്ങൾ സംസാരിച്ച് വഷളാക്കാതെ രമ്യതയിൽ പോകുന്നതല്ലേ സാറേ എന്റെ ശരി. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തണ്ട. സാറ് ചെല്ല്. ചെല്ല്. അപ്പോ മാരടോ കാക്കി കയറി, ഞാനൊന്ന് പോട്ടെ. ഒന്ന് വേഗം തള്ളു. ആ പൗരസമുദ്ര ആൾക്കാർ കണ്ടെക്കുമ്പോ ഈ കൊച്ചിനെ നമുക്ക് ആംബുലൻസിൽ കയറ്റി പാക്ക് ചെയ്യാം. ഇവനെ കൊണ്ട് നമ്മളിപ്പോ പുറത്തിറങ്ങിയാണ്ടല്ലോ ആളുകൾ നമ്മളെ വളയും. നമുക്ക് ഇടി ഉറപ്പാ. പിന്നെ നമ്മ ഇതിനെ പുറത്തോട്ട് കൊണ്ടുപോകും. തുണിയിട്ട് മൂടിക്കൊണ്ട് പോയാ പോരെ. ഈ ചെക്കന്റെ അച്ഛനും അമ്മയും ഇപ്പൊ വരും, കയറും പൊട്ടിച്ചോണ്ട്. നമ്മളെന്ത് പറയും? ഉണ്ടാക്കല്ലേ, ഞാൻ ആംബുലൻസിന്റെ അടുത്തേക്ക് വിട്ടേക്കാം. ഇങ്ങനെ നാട്ടിലെ കൊണ്ടുപോയി. അയ്യോ മമ്മൂട്ടി, ഞാൻ ഓടിക്കോട്ടെ. എന്റെ മോനെ എനിക്ക് കാണണം. നിങ്ങളുടെ കൊച്ചിത് ആംബുലൻസിലുണ്ട്. അയ്യോ, എന്റെ ദൈവമേ. അവര് പോയി. നമുക്ക് അപ്പുറത്ത് കൂടി ഇതിനെ പുറത്തേക്ക് ഇറക്കാം. വാ, പിടിച്ചോ. എവിടെ ഷൈമോൻ? ഷൈമോന്റെ ആംബുലൻസിലുണ്ടല്ലോ. ഇത് വേറെ കൊച്ചത്. ഞങ്ങളിപ്പോ അവിടുന്ന് വരുന്നത് നുണ പറയുന്നോടാ. സത്യമായിട്ടും ഇത് വേറെ ഉണ്ടാക്കില്ല, മരിച്ചേക്കണം. ഇത് വേറെ കൊച്ചാ. നിങ്ങൾ വനപ്പുണ്ടാക്കരുത്. എടാ ബഷീറേ, തള്ളടാ മോനെ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഓ കണ്ടു. ആര്? ദൈവം കണ്ടു. നിങ്ങളുടെ കൂടെ വന്നതല്ലേ മണ്ട. ഇവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ ഡോക്ടറെ. എന്നാലും നിങ്ങളെ ഷൈമോനാണ് സക്സസ് ഫോർമുലയുടെ തുറുപ്പുകുലാൻ. അതെ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. വേഗം കാശ് എടുക്ക്. ഞങ്ങൾക്ക് പോയിട്ട് ഇതുപോലെ 2-3 കുടുംബം കൂടെ കലക്കാനുള്ളതാ. നല്ല ബെസ്റ്റ് ഫാമിലി. 250 രൂപയുണ്ട്. വേഗം സ്ഥലം വിട്ടു. 250 രൂപയെ അത് തന്നെ വെച്ചാ മതി. ഇന്ന് 3 നാടകം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഈ ചെറുക്കനെയും കൂടി ഇങ്ങനെ ഒരു സീൻ അഭിനയിക്കാൻ വന്നത്. തനിക്കറിയാവോ, എന്റെ ഭാര്യയുടെ പേര് നാടകത്തിലൊന്ന് അനൗൺസ് ചെയ്യണമെങ്കിൽ അവക്ക് കൊടുക്കണം 1000 രൂപ. നിങ്ങളെപ്പോലെ ഡിമാൻഡ് കുറഞ്ഞ ഒരു ഭർത്താവിന് ഇത്രയും ഡിമാൻഡുള്ള ഒരു ഭാര്യ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. 200 rupees പോട്ടെ. വേറെ വാട്ട്സ് യുവർ ഡിമാൻഡ് പ്ലീസ്? പണിയും പറയാലോ അഭിനയിച്ച് എന്റെ കൈകാലം വേനെടുത്തിട്ട് വയ്യ. ഒരു കുപ്പികൾ കുടിച്ചെല്ലാം മാറും. ഇത്രയും ചെറിയ ഇറക്കാൻ കള്ളുടിക്കാനോ? ഐ മീൻ ടോഡി. അതൊന്നും താൻ അറിയണ്ട. മര്യാദക്ക് കാശെടുക്ക്. ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. 250 + 50 300 രൂപയാണ്. അത് തന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. എനിക്ക് 1000 രൂപ കിട്ടണം. 1000 രൂപയോ? 1000 രൂപ അത്ര കൂടുതലൊന്നും അല്ല. ഈ കുരുത്തങ്ങളുടെ ചെക്കന്റെ അച്ഛനും അമ്മയായി അഭിനയിച്ച് അസുഖം കൂടുതലാണെന്നും പറഞ്ഞ് ഈ നാട്ടുകാരെ മുഴുവൻ ഇളക്കി വിട്ട് ആ പാവം ഡോക്ടർ വിജയലക്ഷ്മിക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതിന് 1000 രൂപ കൂടുതലൊന്നും അല്ല. 1000 രൂപ ഇത്ര കത്തിയാ? കത്തിയും കൊടാരിയൊന്നും അല്ല. പ്രൊഫഷണൽ നാടകരംഗത്ത് അറിയപ്പെടുന്ന ഒരു നാടക നടിയാണ് ഞാൻ. കുറവലങ്ങാട് കൊച്ചമണി എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരുമില്ല. ഈ പേര് നിനക്ക് ആരിട്ടടി? അതൊക്കെ പോട്ടെ. ഇവളുടെ സാരിത്തുമ്പലെ ഊഞ്ഞാലെന്ന് പറഞ്ഞ നാടകം സാറൊന്ന് കണ്ടു നോക്കണം. ഹേയ്, എനിക്ക് ഒരു സാരി തുമ്പെന്ന് അന്വേഷിച്ച് നടക്കാനുള്ള സമയമില്ല. ഐ ഹാവ് നോ ടൈം. ഒരു കാര്യം ചെയ്യാം, ഒരു 10 രൂപ കൂടുതൽ തന്നേക്കാം. അതും വാങ്ങി വേഗം 310 രൂപ സ്ഥലം വിട്ടോ. അയ്യടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. 1000 രൂപ തരാതെ ഈ കുറവലങ്ങാട് കൊച്ചമണി ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇവര് വെച്ച കാശ് കൊടുത്തില്ലെങ്കിൽ അവിടെ പോയി പറഞ്ഞ എല്ലാം പൊളിക്കും. ഇത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. 1000 രൂപയുണ്ട്. കൊണ്ടത്തിന്റെ പൈസ കൂട്ടി ചോദിച്ചിന് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഡീസലിനും പെട്രോളിനും നിത്യോപയോഗ സാധനങ്ങൾക്ക് എന്താ വില. അതുകൊണ്ട് കള്ളത്തരത്തിന് വില കൂട്ടാന്ന് കരുതിയല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഷാപ്പിലേക്ക് അല്ല വീട്ടിലേക്കൊന്ന് പോട്ട്. താങ്ക് യു യുവർ കൈൻഡ് കോർപ്പറേഷൻ. ആർക്കും സംശയമില്ലാത്ത രീതിയിൽ തിരിച്ചു പോയിക്കോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ.
വേഗം വാ ഷാപ്പടച്ചോ. ഇന്നത്തേക്ക് 1000 മതി. No, 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 no.